വിഗ്രഹങ്ങൾ അനങ്ങുന്നതായും കണ്ണിൽ നിന്ന് കണ്ണീർ പൊടിയുന്നതും കണ്ണു ചിമ്മുന്നതുമൊക്കെയായ വാർത്തകൾ ലോകത്തിന്റെ പല കോണിൽ നിന്നും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇതിന്റെ വസ്തുതയെ ചൊല്ലി തർക്കങ്ങളും പല വിഭാഗങ്ങളിലായി നടക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം US കാന്റണിലെ സെന്റ് ജോർജ് ദി ബാപ്റ്റിസ്റ്റിന്റെ ബസിലിക്കയിൽ സ്ഥാപിച്ചിരുന്ന ഫാത്തിമ മാതാവിന്റെ പ്രതിമ കണ്ണു ചിമ്മിയെന്ന വാർത്തയാണ് പ്രചരിച്ചത്. ആ അത്ഭുത പ്രവൃത്തിക്ക് സാക്ഷ്യം വഹിച്ചതായി ഒഹായോയിൽ നിന്നുള്ള കോന്നി ലിപ്ടക് എന്ന വിശ്വാസി അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ലോക പര്യടനത്തിന്റെ ഭാഗമായി ലോകത്ത് വിവിധ പള്ളികളിൽ പ്രദർശിപ്പിച്ച ഫാത്തിമ മാതാവിന്റെ പ്രതിമയുടെ കണ്ണുകളാണ് പെട്ടെന്ന് അടയുകയും പിന്നീട് തുറക്കുകയും ചെയ്തതെന്ന് ലിപ്ടക് അവകാശപ്പെടുന്നു. ലിപ്ടക് സംഭവം കാണുക മാത്രമല്ല അത് തന്റെ മൊബൈൽ ക്യാമറയിൽ പകർത്തുകയും ചെയ്തു. ഇതൊരു അത്ഭുതമാണെന്ന് അറിയാമായിരുന്നു, കാരണം താൻ രാവിലെ മുഴുവൻ പ്രതിമയിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നുവെന്നും പ്രതിമയുടെ കൺപീലികൾ താഴ്ന്നിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞു. ലിപ്ടക് എടുത്ത ഡിജിറ്റൽ ചിത്രം കന്യാമറിയത്തിന്റെ പ്രതിമയുടെ യഥാർത്ഥ രൂപവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കൺപോളകൾ അടച്ച് വായ ചെറുതായി തുറന്നിരിക്കുന്നതായി കാണാം. പ്രതിമയുടെ സംരക്ഷകനായ ലാറി മാഗിനോട്ട് എന്നയാൾ ഈ പ്രതിമ 15 തവണ കരഞ്ഞതായി ഞങ്ങൾക്കറിയാമെന്ന് അവകാശപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. അതേസമയം ഒഹായോയിലെ പള്ളിയുടെ പാസ്റ്ററായ റവറൻ ഡേവിഡ് മിസ്പ്രണർ സംഭവത്തെക്കുറിച്ച് സംശയം പ്രകടിപ്പിച്ച് രംഗത്തെത്തുകയും ചെയ്തു. തനിക്ക് ഈ കാര്യങ്ങളിൽ അല്പം സംശയമുണ്ടെന്നും സഭ ഇക്കാര്യങ്ങളിൽ വളരെ ജാഗ്രത പുലർത്തണമെന്നും ക്യാമറ ഉപയോഗിച്ച് എന്തു സംഭവിപ്പിക്കാമെന്നും സൂചിപ്പിച്ചു. എന്നാൽ അതേസമയം കാർലി ബൊന്നെ എന്നയാൾ കന്യാമറിയത്തിന്റെ ഇതേ ഫോട്ടോ AI സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് കണ്ണു തുറപ്പിക്കുന്ന ഫോട്ടോ നിർമ്മിച്ച് എക്സിൽ പങ്കുവെക്കുകയും ചെയ്തതോടെ ഇത് നിരവധി പേർ ഷെയർ ചെയ്യുകയും ചെയ്തു. എന്നാൽ US നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്ന അടിക്കുറിപ്പോടെ ചിലർ സോഷ്യൽ മീഡിയയിലൂടെ അഭിപ്രായ പ്രകടനവും നടത്തി. ഫോട്ടോഷോപ്പ് എന്നും AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തിയ വ്യാജ വീഡിയോ ആയിരിക്കുമെന്നും ആരോപിച്ചവരും കുറവല്ല. നേരത്തെ അയോധ്യയിലെ രാംലല്ല കണ്ണുകൾ ചിമ്മുന്ന കൃത്രിമ വീഡിയോകൾ ഇന്ത്യയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിരുന്നു.